ഏതെന്താ ട്രൈപോഡ്? ഞാനാണ് നിന്റെ ട്രൈപോഡ്. Energy, I want that energy from your side to start this event, okay? So, well, I extend a very warm and hearty welcome to each one of you present here. And I would like to thank you all for taking out your valuable time from your heavy schedules and marking this spectacular occasion with your glorious presence. So, before moving ahead, I'll introduce myself. My name is Parsha Vijayan and I will be your host for this event. Okay, so can I hear a huge round of applause and wish this event together as a family? So, stage to speak a few words. Give him a huge round of applause, everyone. So we can speak a few words. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും നന്ദി. ഞങ്ങൾ ഒരു ചെറിയ ഇതെൻ്റെ മൂന്നാമത്തെ സംവിധാന സംരംഭമാണ്. അപ്പോൾ ചെറിയൊരു സിനിമയാണ്. ഈ പറയുന്നത് പോലെ ചെറിയ സിനിമ ചെയ്യുമ്പോൾ അതിൻ്റെ പിന്നിലുണ്ടാകുന്ന ഇഷ്ടംപോലെ കഷ്ടപ്പാടുകളുണ്ടല്ലോ. അപ്പം അങ്ങനത്തെ കുറേ കഷ്ടപ്പാടുകൾ തരണം ചെയ്ത് ഞങ്ങൾ എന്താ പറയുക, ഈ പറയുന്ന പോലെ ഇവിടെ വരെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇത് എന്താ പറയുക, എനിക്ക് ഭയങ്കര പേഴ്സണലായ ഒരു സിനിമയാണ്. ഇതിപ്പോൾ എന്തുകൊണ്ട് ഒരു ചെറിയ സിനിമ ചെയ്തു എന്ന് ചോദിച്ചാൽ, ഈ കഥ ഞങ്ങളിപ്പോൾ കണ്ട ഈ ടീസറിൽ തന്നെ ഒരുമാതിരിപ്പെട്ട എല്ലാം അറിയാം, ഓൾമോസ്റ്റ് കോമേഴ്സ്. അപ്പോൾ ഈ സിനിമ ഡിമാൻഡ് ചെയ്യുന്നത് പോലെ എസ്റ്റാബ്ലിഷ്ഡ് ആൾക്കാരെ കാസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പുതിയതായിട്ടുള്ള ആക്ടേഴ്സിനെ കണ്ടുപിടിക്കുകയും അവരെ കാസ്റ്റ് ചെയ്യും. അങ്ങനെയാണ് ഈ സിനിമ ഞാൻ നേരത്തെ കൺസീവ് ചെയ്തത്. അപ്പോൾ എനിക്ക് ഇത് സാധിച്ചത് എൻ്റെ പ്രൊഡ്യൂസറായ അറുമുഖം സാറും എൻ്റെ കോ പ്രൊഡ്യൂസേഴ്സായ ദീപക് ദിനേശും ബിനോയ് സി ബാബും ഇവരെല്ലാവരും എൻ്റെ കൂടെ നിന്നുകൊണ്ടാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദിയുള്ളത് ഈ 3 വ്യക്തികളാണ്. ചെറിയൊരു ബഡ്ജറ്റിൽ ഞാൻ പ്ലാൻ ചെയ്ത് ചെറിയൊരു സിനിമയായിട്ടാണ് പ്ലാൻ ചെയ്തത്. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ സഹായിച്ചത് എൻ്റെ ടെക്നീഷ്യന്മാരും എൻ്റെ നടന്മാരുമാണ്. എനിക്ക് അവരോടും ഏറ്റവും കൂടുതൽ നന്ദി രേഖപ്പെടുത്തും. ഇത് ഞാനാണ് നായകൻ, ഞാനല്ല നായകൻ. ഭാസ്കരൻ ആയിട്ട് അഭിനയിച്ചിരിക്കുന്നത് ശ്രീ അജയ് ഭദ്രൻ സാറാണ്. സർ പ്ലീസ് കം. അപ്പോൾ ഇദ്ദേഹമാണ് ഞാൻ ഇതുവരെ എനിക്ക് ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തോട്ട് വിട്ടിട്ടുണ്ട്. ടീച്ചറിലൊന്നും ഇദ്ദേഹത്തിന് എനിക്ക് പ്ലേസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം സിനിമയിൽ കാണട്ടെ, ഇപ്പം ലിറിക്കൽ വീഡിയോ കാണുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു അഭിനയ സംഭവം എന്തെങ്കിലും കണ്ടിരിക്കും. അപ്പോൾ അജയ് സാറിനെ പറ്റി 2 വാക്ക് ഞാൻ തുടങ്ങിയിട്ട് ഞാൻ മൈക്കങ്ങോട്ട് കൊടുക്കാം. വേറെ ഒന്നുമല്ല, എന്നെ പണ്ട് കോളേജിൽ പഠിച്ച സാറാണ് ഈ മനുഷ്യൻ. NCC ഓഫീസറായിരുന്നു, കോളേജിലെ പ്രൊഫസറായിരുന്നു, എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. പരീക്ഷയ്ക്കൊന്നും ഓപ്പടിക്കാൻ സമ്മതിക്കില്ല. കൊണ്ടുപോയി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കണ്ടുപിടിക്കും. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ പഠിച്ച അതേ കോളേജിലാണ് സാറും പഠിച്ച് പിന്നെ പ്രൊഫസറായത്. അതുകൊണ്ട് അവിടെ പഠിക്കുന്ന എല്ലാ കുട്ടികളുടെ എല്ലാ പരിപാടീസും അറിയുന്നവരെ സാറും കൂടി ഇരിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു പണി കൊടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ആ പണി ഈ സിനിമയും കൊടുക്കാൻ പറ്റി. അതാണ് സത്യം. ഞാൻ സാറിന് മൈക്ക് കൊടുക്കും. എല്ലാവർക്കും എൻ്റെ വീട്ടിൽ നമസ്കാരം. ആദ്യമായിട്ടാണ് ക്യാമറയുടെ മുമ്പിൽ നിന്നത്. ഇതിനു മുമ്പേ അങ്ങനത്തെ ചിന്ത പോലും ഇല്ലായിരുന്നു. വളരെ യാദർച്ഛികമായിട്ട് രൂപേഷ് പണ്ട് കോളേജ് പഠിക്കുന്ന കാലത്ത് എപ്പോഴും സിനിമയെ പറ്റി പറയുമ്പോൾ ഞാൻ പറഞ്ഞു, എടാ നീ സിനിമയുടെ പേരിൽ ഒരു റോള് തരണം. അന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇങ്ങനെ ഒരു വേദിയിൽ നിൽക്കും, അത് ടൈറ്റിൽ റോൾ ചെയ്യുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. പിന്നെ ഒരു ദിവസം എന്നെ പിടിച്ചു, എല്ലാം കഴിഞ്ഞു ജീവിതം എൻ്റെ പാട്. ഞാൻ എൻ്റെ കമ്പനിയും എൻ്റെ ജോലി നടന്നുകൊണ്ട് കോഴ്സ് പിടിച്ചു പറഞ്ഞു, ഒരു 10 ദിവസത്തേക്കൊന്ന് വരെ ഒരു ചെറിയ റോൾ ഉണ്ട് എന്ന് പറഞ്ഞു. ശരി, അന്ന് പോവാന്ന് വെച്ചു. വന്നിട്ട് 40 ദിവസം നിൽക്കേണ്ടി വന്നു. വളരെ വളരെ സ്നേഹമുള്ള കുട്ടിയാണ്. മനസ്സിലാവില്ല എത്രത്തോളം ഭാര്യയാണ് പുള്ളി ഉദ്ദേശിച്ചതെന്ന്. എല്ലാവരും അനുഗ്രഹം വേണം. എന്നെ ഈ വേദിയിൽ നിൽക്കാൻ അവൻ ഒരു ചാൻസ് തന്ന രൂപേഷ്, അറുമുഖം സർ, പ്രൊഡ്യൂസേഴ്സ്, താങ്ക് യു വെരി മച്ച്. ഇതിലുപരി പലതും ഇൻഡസ്ട്രിയിൽ ഷൂട്ട് ചെയ്യുന്നവർ അറിയാത്ത എന്നെ ഓരോന്നും പഠിപ്പിച്ചെന്ന് എൻ്റെ കാസ്റ്റും ക്രൂവും എനിക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. എന്നുവെച്ചാൽ ഒന്നും അറിയാതെയാണ് ഞാൻ അവിടെ ആ ലൊക്കേഷനിൽ വരുന്നത്. അവിടെ നിന്നാണ് ഞാൻ പലതും പഠിച്ചത്. ഓരോരുത്തരുടെ പേര് പറയുന്നത് എനിക്ക് 1/2 മണിക്കൂർ വേണം. എല്ലാവരോടും എന്നെ നന്ദി പറയാൻ രേഖപ്പെടുത്തും. താങ്ക് യു വെരി മച്ച്. Rupesh sir, please come forward. Movie co-producer Binoy C. Babu, producer Armugam K. Gowda, co-producer Govind Deepak sir, everybody please to join.
അതേപോലെ തന്നെ വേദിയിലിരിക്കുന്ന നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റ് എല്ലാവരും വേദിയിലേക്ക് ജോയിൻ ആവേണ്ടതാണ്. സാർ എല്ലാവരും വരണം. യെസ്, എല്ലാവരും ജോയിൻ ആവേണ്ടതാണ് ദീപം തെളിക്കൽ ചടങ്ങില്. അങ്ങനെ ഭദ്രദീപം തെളിയിച്ചിരിക്കുകയാണ്. നന്ദി. സോ അടുത്തതായി ഭാസ്കര ഭരണം മൂവിയുടെ പ്രൊഡ്യൂസർ അരുമുഖം കെ ഗൗഡ്. Thanks to everyone. നമുക്ക് പണോരമ സ്റ്റുഡിയോസ് മലയാളത്തിൽ വന്നിട്ടുണ്ട്. ഓക്കെ, മലയാളം കുറച്ച് അറിയുമ്പോൾ. ഓക്കെ, താങ്ക്സ് ടു എവരിവൺ. മോനോട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമയാണ്. ഞാൻ 3 വർഷം തിയേറ്ററിൽ കണ്ട സിനിമയാണ്, ഗംഭീര സിനിമയാണ്. പക്ഷെ ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ പോലും അറിയാതെ ഇത് ഡാർക്ക് കോമഡി എന്ന് പറഞ്ഞിട്ട് കണ്ട ജനങ്ങൾ എസ്റ്റാബ്ലിഷ് നല്ല കേൾക്കും. ഇതിൽ ഹ്യൂമർ ഉണ്ട്, എലമെന്റ്സ് ഓഫ് ഡാർക്ക്നെസ് ഉണ്ട്. പക്ഷെ മോദന്റെ ഇത് ഭയങ്കര ഇമോഷണൽ ലവ് സ്റ്റോറിയാണ് ബിറ്റ്വീൻ എ ഫാദർ ആൻഡ് സൺ. അപ്പോൾ അത് കൂടാണ്ട് ഈ പറയുന്നത് പോലെ ഇതിൽ ബാക്കി കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതിൽ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു സ്മോൾ മെസ്സേജ് എന്ന് പറയുമ്പോൾ കുടുംബത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറച്ചിലും പാരവെപ്പും എല്ലാതും ഉണ്ടാവും. പക്ഷെ ഈ പറയുന്നത് പോലെ ഒരു പ്രശ്നം ഉണ്ടായി കഴിയുമ്പോൾ കുടുംബം ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നു എന്ന് പറയുന്നത് ചെറിയൊരു സിനിമയാണ്. ഇനി ഈ ലിറിക്കൽ വീഡിയോനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് മ്യൂസിക് ചെയ്തിരിക്കുന്നത് ഗോഡ്വിൻ തോമസ് ആണ്. ഗോഡ്വിൻ തോമസിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇദ്ദേഹം ഈ പറയുന്ന പോലെ സംഭവം അധ്യായം 1 നമ്മളെല്ലാവരും കണ്ട സിനിമയാണ്. ഗംഭീര ഹിറ്റായ സിനിമയായിരുന്നു, ഓർക്കസ്ട്ര ആയിരുന്നു. അപ്പോൾ ആ സിനിമയ്ക്ക് ശേഷം ഇദ്ദേഹം ചെയ്യുന്ന 2ാമത്തെ സിനിമയാണ് ഭാസ്കര ധർമ്മം. ഇനി ഞാൻ ഗോഡനിലോട്ട് എത്തുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ സിനിമയ്ക്ക് ഗോഡൻ വരുന്നതിന് മുമ്പ് ഒരു 6-7 മ്യൂസിക് ഡയറക്ടർമാരുണ്ടായിരുന്നു. എനിക്ക് പല പ്രശ്നങ്ങളും സിംഗിൾ കിട്ടാത്ത കാരണം അവർ മാറിപ്പോയി. അപ്പോൾ എന്താ പറയുക, ലാസ്റ്റ് മിനിറ്റ് നമ്മളിപ്പോൾ ദീപക്കും ബിനോയും എല്ലാം കോ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഓൺ ബോർഡ് വന്ന സമയത്ത് മ്യൂസിക് ചെയ്യാൻ ആരും ഉണ്ടായിരുന്നില്ല സത്യം പറഞ്ഞത്. അപ്പോൾ അവർ റെക്കമെൻഡ് ചെയ്ത ആളാണ് ഗോഡൻ. പക്ഷെ ഞാൻ ഗോഡനായിട്ട് ഒറ്റ സെറ്റിംഗ് കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഭയങ്കര സിങ്ക് ഉണ്ടായി. അപ്പോൾ ഈ ലിറിക്കൽ വീഡിയോനെ പറ്റിയിട്ട് ഒരു വാക്ക് പറയാം. ഹോസ്പിറ്റലിൽ ഇപ്പോൾ റാഷി മുഹമ്മദ് എവിടെയും ഉണ്ട്, ഇപ്പോൾ വന്നിട്ടുണ്ട് ആള് ഹോസ്പിറ്റലിൽ, ഒട്ടും വയ്യാത്ത ഹോസ്പിറ്റലിൽ. ഇത് എന്ത് ചെയ്യും, ആരെ എഡിറ്റ് ചെയ്യും, ലാസ്റ്റ് മിനിറ്റ് ആരും ഇല്ലെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഗോഡനോട് വിഷമം പറഞ്ഞു. മ്യൂസിക് ലോഞ്ചാണ്, ലിറിക്കൽ വീഡിയോ കാണിച്ചില്ലെങ്കിൽ നാണക്കേടാണ്, എന്ത് ചെയ്യും എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, ചേട്ടാ ഒരു ഹാർഡ് ഡിസ്ക് ഇട്ടിട്ട് പോകുന്നേക്കെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ ആ ഹാർഡ് ഡിസ്ക് എടുത്ത് ഞാൻ ഇദ്ദേഹത്തിൻ്റെ അവിടെ ചെല്ലുന്നു. മൂപ്പര് അവിടെ തന്നെ ഈ പറയുന്നത് ഏത് സോഫ്റ്റ്വെയർ യൂസ് ചെയ്ത് ഡാവിഞ്ചി ഓപ്പൺ അപ്പ് ചെയ്യുന്നു, അഡോബ് ആഫ്റ്റർ എഫക്ട്സ് ഓപ്പൺ ചെയ്യുന്നു, മൂപ്പര് പണി കൊടുക്കുന്നു. ഞാൻ ചോദിച്ചത് ഗോഡനെ, നിനക്ക് ഈ പണി അറിയുള്ളൂ, ഇങ്ങനെയൊക്കെ ഇല്ല ചേട്ടാ നമ്മൾ ചെയ്ത് പഠിക്കുക. അതാണ് ഗോഡൻ. അപ്പോൾ ഞാനിത് ഈ ലിറിക്കൽ വീഡിയോ കമ്പോസ് ചെയ്യാൻ മാത്രമല്ല, ഇത് വീഡിയോ എഡിറ്റിങ്ങും എല്ലാം ഗ്രാഫിക്സ് എല്ലാം ചെയ്ത് ഗോഡൻ. അപ്പൊ ഇനി ഭാവിയിൽ ആരെങ്കിലും സംവിധായകർ ആരെങ്കിലും കേൾക്കാണ് അറിയണമെന്നുണ്ടെങ്കിൽ മ്യൂസിക് ഡയറക്ടറായിട്ട് ഗോഡനെ അടുത്ത് കൊടുത്ത് വെക്കുമ്പോൾ ലിറിക്കൽ വീഡിയോ കൂടി കൊടുത്തു. 2 വാക്ക്. രൂപേഷേട്ട, ദിവകേട്ട, സാർ എല്ലാവർക്കും നന്ദി. രൂപേഷേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് ഞങ്ങള് ടീച്ചറായിരുന്നു ചെയ്തത്. ടീച്ചറിന്റെ മ്യൂസിക് ചെയ്യാൻ എൻ്റെ ടീച്ചറാണെന്ന് ആദ്യം കണ്ടത്. ഇനി ഇതുവരെ റിലീസ് ആവാത്തൊരു ടീച്ചറുണ്ട്, അതിപ്പോൾ ഞങ്ങളോട് പ്രദർശിപ്പിക്കാം. കദ്രുവിൻ വംശമോ സർപ്പമാം സന്തതി വിശ്വത്തിലുള്ളൊരേ നാഗങ്ങളായിരം മുന്നിൽ ആനന്ദനോ വസുകി ശ്രേഷ്ഠനും തീയിൽ വീഴാത്ത വണ്ണം വസിച്ചു കൊള്ളുക നാഗരേ. കദ്രുവിൻ വംശമോ സർപ്പമാം സന്തതി വിശ്വത്തിലുള്ളൊരേ നാഗങ്ങളായിരം. പറയുന്നു. കാരണം രൂപേഷിന് ഈ സിനിമയിലെ വേലായുധൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രം എന്നെ ഏൽപ്പിക്കാൻ തോന്നിയതിന് കുറെ കാലം രൂപേഷിന്റെ കൂടെ ഉണ്ടായിരുന്നു. യൂട്യൂബ് പ്രോട്ടസ്റ്റിലാണ് ഞാൻ രൂപേഷിന്റെ കൂടെ ആദ്യം അഭിനയിക്കുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ കുറെ എഴുത്തും പരിപാടികളൊക്കെ ആയിട്ട് രൂപേഷിനെ സഹായിച്ചൊക്കെ കൂടെ ഉണ്ടായിരുന്നു. മേ ബി ആ ഒരു സ്നേഹം കൊണ്ടും പിന്നെ നമ്മുടെ ഒരു പരിപാടിയൊക്കെ മനസ്സിലായത് കൊണ്ടും ആയിരിക്കും വേലായുധൻ എന്ന് പറയുന്നത്. കാരണം ഞാനത് അത്ര എടുത്തു പറയാൻ കാരണം ഒരുപാട് ലേയേഴ്സിലൂടെ സഞ്ചരിക്കുന്ന
ഒരു കഥാപാത്രമാണ് വേലായുധൻ എന്ന് പറയുന്നത്. ഈ അച്ഛന്റെയും മകന്റെയും ഇടയിലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ മുഖ്യ കാരണം ഒരുപക്ഷെ ഈ വേലായുധനായിരിക്കും. നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. അപ്പോ അത്രയും രസമുള്ള ഒരു കഥാപാത്രം എന്നെ ഏൽപ്പിച്ചതിന് രൂപേഷിനോട് ഒരുപാട് നന്ദി. പിന്നെ ഇവിടെ വന്നിട്ടുള്ള എല്ലാവർക്കും എസ്പെഷ്യലി ആദ്യം തന്നെ ഒരു നന്ദി പറയാണ്. ഞങ്ങളുടെ ഈ ഒരു ചടങ്ങിലേക്ക് വന്ന് ഞങ്ങളുടെ ഈ ഒരു സിനിമയെ സപ്പോർട്ട് ചെയ്യുന്നതിന് എസ്പെഷ്യലി വന്നിട്ടുള്ള സുഹൃത്തുക്കൾ ആൻഡ് മീഡിയ ടീംസ് എല്ലാവരോടും ഒരുപാട് നന്ദി പറയുന്നു. പിന്നെ ഈ സിനിമയെ ഇത്രത്തോളം എത്തിച്ച ആദ്യം തന്നെ അറുമുഖം സാറിന്റെ ആ ഒരു യെസ് ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഭാസ്കരനും ഭരണവും ഒക്കെ തുടങ്ങുമായിരുന്നു എന്നൊന്നും നമുക്ക് അറിയില്ല. അപ്പോ സാറിന്റെ ആ യെസ്സിൽ നിന്ന് ഞങ്ങൾ തുടങ്ങി. ഞങ്ങൾ നന്ദി എന്ന് പറയുന്നത് വാക്കുകൊണ്ടല്ല, എല്ലാവരും നല്ല രീതിയിൽ തന്നെ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. രൂപേഷ് അടക്കമുള്ള ഈ സീമിന്റെ പിറകിലുള്ള എല്ലാവരും. അതുപോലെ ഇതിന്റെ നമ്മൾ ഈ സിനിമ ഇങ്ങനെ മുന്നോട്ട് പോയപ്പോഴുണ്ടായ പല പ്രതിസന്ധി ഘട്ടങ്ങളിലും വന്ന് അവസാനം ഇപ്പോ പേര് പോലെ തന്നെ ഗുഡ് ഫെല്ലാസ് നമ്മുടെ കൂടെ നിൽക്കുകയാണ്. ദീപക്കിനും ബിനോയ്ക്കും ഒരുപാട് സ്നേഹവും നന്ദിയും ഈ അവസരത്തിൽ ഞാൻ പ്രത്യേകം എടുത്തു പറഞ്ഞു. കാരണം അത് പറയാതെ പോയി കഴിഞ്ഞാൽ അതൊരു വലിയ തെറ്റായി പോകും എന്ന് തോന്നിയത് കൊണ്ടാണ്. അപ്പൊ ഗുഡ് ഫെല്ലാസ് ഇല്ലെങ്കിൽ ഇപ്പൊ ഇങ്ങനെ ഒരു ഇത്രയും വലിയൊരു അവസ്ഥയിലേക്ക് നമ്മുടെ ഭാസ്കരവരണം എത്തില്ലായിരുന്നു. അപ്പൊ അതിന് ഒരുപാട് സന്തോഷം. പിന്നെ ഈ ടീമിൽ കൂടെ വർക്ക് ചെയ്ത ഒരുപാട് പേരുണ്ട്. നിങ്ങൾ ഇനി പരിചയപ്പെടും. ഞാൻ പ്രത്യേകം പേരെടുത്ത് പറയുന്നില്ല. ഇതിന്റെ DOP ആയിട്ട് ആർട്ട് ആയിക്കോട്ടെ, കോസ്റ്റാർസ് ആയിക്കോട്ടെ, അങ്ങനെ ഒരുപാട് പേരുണ്ട്. അപ്പൊ ഒരു നല്ല ഫാമിലി എന്റർടൈനർ ആണ് ഭാസ്കരവരണം എന്ന് ഞാൻ എടുത്ത് ഒന്നും കൂടി പറയുകയാണ്. OTT ഭയങ്കര എന്താ പറയാ, അത്യാവശ്യം ഭയങ്കര റീച്ചോടെ പോകുന്ന ഒരു സെഗ്മെന്റ് പോകുന്ന പറഞ്ഞിട്ട് അതും റാഷണം. ഇദ്ദേഹത്തിന്റെ ഒരു സ്റ്റൈൽ എന്ന് പറയുമ്പോൾ ഒരു ഓഫ് ബീറ്റ് ഫിലിം മേക്കിംഗ് ആണ് കൂടുതൽ ചെയ്യാറ്. ഞാൻ ഈ പ്രാവശ്യം പഠിച്ചിട്ട് കമേഴ്ഷ്യൽ പടം ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഞാൻ ഈ പറയുന്നത് പോലെ നിരവധി പ്രാവശ്യം തല്ലുകൂടി എൻ്റെ ഈ കഷ്ടപ്പെട്ട ജേണിയിലൂടെ എൻ്റെ കൂടെ നിന്ന ഒരാളാണ് റാഷൻ. ഞാൻ നൗഫൽ എന്ന് വിളിക്കാറായിരിക്കും. പക്ഷെ ഭയങ്കര ഞാൻ എത്ര തല്ലുകൂടിയാലും ഒരു ബ്രദർലി സ്നേഹം. ഫസ്റ്റ് ടൈമാണ് എൻ്റെ സ്റ്റേജിൽ നിൽക്കുന്നത്. ആക്ച്വലി ഇത് ഇൻഡസ്ട്രിയിലാണ് എപ്പോഴും. അത് കാരണം എനിക്കത് നെർവസ് ആവുന്നുണ്ട്. ജൂൺ 26 റിലീസ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. ഫസ്റ്റ് ടൈം വിളിച്ച് ഉമ്മയുടെ പ്രൊസ്റ്റിറ്റ്യൂഷൻ ഫിലിമിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എഡിറ്ററായിട്ട്. അങ്ങനെയാണ് ഉമ്മയായിട്ട് പരിചയം. അതിന് ആ സമയത്ത് രൂപേഷ് ഏട്ടൻ ഒരു പടം ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നു. രൂപേഷ് ഏട്ടൻ വിളിക്കും, രൂപേഷ് പിതാംബരം വിളിക്കുന്നു പറയുന്നു. എന്തിനാ വിളിക്കുന്നതെന്ന് അറിയണ്ടായില്ല. ജസ്റ്റ് അങ്ങനെ വിളിച്ച് ആ രീതിയിൽ അവിടെ നിന്ന് ഇവിടം വരെ കയ്യിൽ പോയ പൈസയും ഒരു ഇരട്ടിയും കൂടി കിട്ടിയാൽ മതി അല്ലേ? കിട്ടിക്കഴിഞ്ഞാൽ എന്നെ കൊതിപ്പിച്ചാണോന്നറിയില്ല, അടുത്ത പടത്തിൽ നിനക്ക് റോളുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അന്ന് തൊട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഈ പടം വിജയിക്കാൻ വേണ്ടി, എന്നാലേ എനിക്കൊരു പടം കിട്ടുള്ളൂ. അപ്പോ ഓൾ ദി ബെസ്റ്റ്. ഈ ടീമിന് എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഞാൻ എന്റെ കൂടെ പാടി സോണിക്ക് ഞാൻ സംസാരിക്കാൻ കേട്ടോ, ചുമ്മാ സംസാരിക്കും. എല്ലാവർക്കും നമസ്കാരം. ഇതെന്റെ 7ാമത്തെ സിനിമയാണ് ഞാൻ പാടുന്നത്. താങ്ക് യു സോ മച്ച് രൂപേഷ് ഏട്ടാ. ഈ സിനിമയിൽ ഫസ്റ്റ് തന്നെ ഞാൻ ഒരു ചെറിയൊരു പോർഷൻ ഡബ് ചെയ്യാനാണ് ഇതിൽ ജോയിൻ ചെയ്യുന്നത്. അത് കുറച്ച് മുൻപ്. പിന്നെ ഇപ്പം ലാസ്റ്റ് വീക്കാണ് ചേട്ടൻ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു ചെറിയൊരു പാട്ടുണ്ട്, പാടാൻ പറ്റുമെന്ന് ചോദിക്കുന്നു. ഒരുപാട് സന്തോഷം ഭാസ്കരവരണത്തിന്റെ ടീമിൽ ഈ ഒരു പ്രൊജക്റ്റിൽ ഭാഗമാകാൻ കഴിഞ്ഞതിൽ. താങ്ക് യു സോ മച്ച്. അതുപോലെ ഗോഡ്വിന്റെ സോൾഫുൾ ആയിട്ടുള്ള ഒരു മെലഡിയാണ് അർജുൻ ചേട്ടൻ്റെ കൂടെ പാടിയത്. അപ്പം ഓൾ ദി വെരി ബെസ്റ്റ് സിനിമയ്ക്കും എല്ലാ മെമ്പേഴ്സിനും താങ്ക് യു സോ മച്ച്. പോകയോ ഇരുളല പോലകന്നോ പുലരൊളി മാഞ്ഞു പോകയോ ഇരുകര പോലകന്നോ നീ പിരിയെ ദൂരമേലെ മായ. നമസ്കാരം. നമ്മുടെ മ്യൂസിക് ദീപക് അർജുൻ നമ്മളത് റിവീൽ ചെയ്യാൻ